നമ്മൾ പണ്ട് കൊട്ടയിലും വട്ടിയിലുമൊക്കെ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ ഇപ്പോൾ സൂക്ഷിക്കുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലാണ്. വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. യാതൊരു കേടുപാടും സംഭവിക്കില്ല. അപ്പോൾ 5 വർഷമല്ല 50 വർഷമാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ മസ്കിറ്റോ, കത്രികയല്ല, അത് വയറിനുള്ളിൽ സൂക്ഷിച്ച് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല എന്നൊരു വിദഗ്ധ കണ്ടെത്തലുമായിട്ട് ഒരു മഹതി വന്നിരിക്കുകയാണ്. ആരോഗ്യരംഗത്ത് വലിയ സേവനങ്ങൾ മുമ്പ് ചെയ്തു വെച്ച ആളാണ്. അതുകൊണ്ട് എന്തുണ്ടായി? ആ ഒരു അനവസരത്തിലുള്ള ഒരു പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് ഇനി നാളെ ഇപ്പം തന്നെ അവസരം കാത്തിരിക്കുന്നവരാണ്. എന്തെങ്കിലും ദുരന്തം വീണ് കിട്ടിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ. ഉപയോഗിച്ച് തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ് ഒരു മാധ്യമപ്രവർത്തകൻ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുകയാണ് തിരിച്ച്, താങ്കൾ അറിഞ്ഞോ ഈ പറഞ്ഞ പ്രതികളെ സസ്പെൻഡ് ചെയ്തു, ശിക്ഷിക്കാനുള്ള ഓർഡർ, അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി, പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട ഒരു നഷ്ടപരിഹാരം കൊടുത്തു, ധനസഹായം കൊടുത്തു കഴിഞ്ഞു, ഇനി അവരുടെ എല്ലാ ചികിത്സയും നടത്തി കൊടുക്കും സർക്കാർ എന്ന് പറഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന പുന്നപ്രക്കാരിയായ ഉഷ എന്ന് പറഞ്ഞാൽ 51കാരിയുടെ കാര്യമാണ്. അവരോട് ഇവർ പറഞ്ഞത് അത് 50 വർഷം നിന്നാലും അവിടെ കിടന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇതിനൊക്കെ അർത്ഥം? ഇനി ഇത് നാളെ ഇത് സർക്കാരിൻ്റെ ഭാഷ്യമായിട്ടാണ് മാറുക. അക്ഷരാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ കാര്യമായിട്ട് ലോകപരിചയമില്ലാത്തവരൊക്കെ ഇനി വിശ്വസിക്കും വീണ ജോർജ് പറഞ്ഞു, അല്ല പിണറായി വിജയൻ പറഞ്ഞു എന്നുള്ള മട്ടിലൊക്കെ ആവും. ആ പ്രതിപക്ഷ നേതാവിൻ്റെ വായിൽ നിന്ന് എന്തൊക്കെയോ ഇതിന് മുകളിൽ വരികയില്ല. അദ്ദേഹം നുണ പറയുന്നതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നുണ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് മുഖ്യമന്ത്രി ഈയിടെ ഒരു ഉദ്ഘാടന വേദിയിൽ പറഞ്ഞ പോലെ, അതായത് ഇവിടെ മാധ്യമപ്രവർത്തകരെ ആരും കാണാനില്ല, അവർക്കിതല്ല ആവശ്യം, സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അറിയിപ്പിക്കലല്ല ആവശ്യം. അതുകൊണ്ട് അത്തരക്കാരുടെ അസാന്നിധ്യത്തിൽ ബാക്കിയുള്ള എല്ലാവരും മാധ്യമപ്രവർത്തകരാവുക. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്, ചിത്രീകരിച്ചോളൂ, ഇട്ടോളൂ എന്നാണ് പറയുന്നത്. കാരണം വരാൻ പോകുന്ന ഇലക്ഷനിൽ എന്തൊക്കെ പ്രചരണങ്ങളുണ്ടാവുക. ഇപ്പം തന്നെ നമ്മളെല്ലാം അവസാനിപ്പിച്ച പല കേസുകളും വീണ്ടും വീണ്ടും വരികയാണ്. അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞാൽ അത് കേൾക്കാനുള്ളതേ ഉള്ളൂ ആൾക്കാർ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊന്നും ദയവ് ചെയ്തിട്ട് പറയരുത്. ഒരു മൂന്നാമത്തെ ഒരു ഭരണം വന്ന പ്രശ്നമാവെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വേറെ ബുദ്ധിജീവികളുണ്ട്, കവികളുണ്ട്, എഴുത്തുകാരികളുണ്ട്, നോവലിസ്റ്റുകളുണ്ട്, സാമൂഹ്യ പ്രവർത്തകരല്ല മാധ്യമ പ്രവർത്തകരുണ്ട്, മാധ്യമ ഇടപെടൽ നടത്തുന്നവരുണ്ട്. അവരൊഴിച്ച് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോഴും അറിയാം ഈ 10 കൊല്ലത്തിന് ശേഷം വീണ്ടും ഒരു നിയമം കൂടി വന്നാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട പണിയാണ് ഈ പറഞ്ഞ സ്വയം മാധ്യമ പ്രവർത്തകരാവുക എന്നത്.